സിദ്ധുവിനെ കൊണ്ട് എവിടേക്ക് പോന്നു? കുട്ടനെ പാർക്കിൽ പോയി കളിക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ കുട്ടനെ ഇവിടെ അടുത്തുള്ള പാർക്കിലേക്ക് കൊണ്ടുപോവാ. പാർക്കിൽ പോയി കളിച്ചാ കുട്ടന് വലിയ സന്തോഷാവും. പാർക്കിൽ പോയി കളിക്കണമെന്ന് കുട്ട നിന്നോട് പറഞ്ഞു? പറഞ്ഞു. അതുകൊണ്ടാണല്ലോ ഞാൻ കുട്ടനെയും കൊണ്ട് പോകുന്നത്. നീ കള്ളം പറയുക. പാർക്കിൽ പോകണമെന്നൊന്നും കുട്ടൻ പറഞ്ഞിട്ടുണ്ടാവില്ല. അവൻ അങ്ങനെ ആവശ്യപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതേ നിന്റെ ആവശ്യം. നിനക്കെപ്പോഴും പുറത്തിറങ്ങി കറങ്ങണം, സർക്കിട്ട് നടത്തണം. അതിനുവേണ്ടി നീ ഓരോരോ കാരണങ്ങൾ കണ്ടുപിടിക്കുന്നു. മുത്തശ്ശി ഒരിക്കലും ഇല്ല. എനിക്കങ്ങനെ പുറത്തേക്ക് ഇറങ്ങി കറങ്ങേണ്ട ഒരു ആവശ്യവും ഇല്ല. എനിക്കേ നീ പറയുന്നത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇനി ഏതായാലും ശരി, കുട്ടനെയും കൊണ്ട് നിനക്കിവിടെ ഒന്ന് പുറത്തു പോകാൻ പറ്റില്ല. നീ എന്നൊക്കെ എന്റെ കൊച്ചിനെയും കൊണ്ട് പുറത്തു പോയോ അന്നൊക്കെ ഇവരെന്തെങ്കിലും അപകടത്തിൽ പെട്ടിട്ടുണ്ട്. ദൈവാനുഗ്രഹത്താൽ വലിയ കുഴപ്പമൊന്നുമില്ലാതെ രക്ഷപ്പെടും. ഇനിയിപ്പോ ആ റിസ്ക് എടുക്കാൻ പറ്റില്ല. മുത്തശ്ശി, എനിക്ക് പാർക്കിൽ പോണം മുത്തശ്ശി. അതൊന്നും വേണ്ട. നീ ഇന്നേ എവിടെയും പോകുന്നില്ല. പാർക്ക് ബീച്ച് എന്നൊക്കെ പറഞ്ഞ് ഇവള് നിന്നെ മയക്കി വെച്ചിരിക്കേ. മുത്തശ്ശി, മുത്തശ്ശി ചുമ്മാ മലയെ കുറ്റപ്പെടുത്താണേ. വെറുതെ അല്ല ഞാൻ ഇവളെ വഴക്കു പറയുന്നത്. അനുസരണയും മര്യാദയും ഇല്ലാത്തവളാ ഇവള്. അല്ല, അതെങ്ങനെ ഉണ്ടാവും? അമ്മമാർ പഠിപ്പിക്കുന്നത് പോലെയല്ലേ മക്കള് വളരൂ. ഇവളെ ഇവളുടെ അമ്മ നല്ലതൊന്നും പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ടാ ഇവള് ധിക്കാരി അഹങ്കാരിയായി മാറിയത്. എനിക്ക് പാർക്കിൽ പോണം. എന്താ എന്താ ഇവിടെ പ്രശ്നം? അമ്മ എന്തിനാ ദേവിക വഴക്ക് പറയുന്നേ? ഇവക്കെ സിദ്ധുവിനെയും കൊണ്ട് പാർക്കിൽ പോയി കറങ്ങണോന്ന്. അതിനെന്താ, ഇവര് പാർക്കിൽ പോയിട്ട് വരട്ടെ. പാർക്കിൽ പോകുന്ന സിദ്ധുവിന് വളരെ ഇഷ്ടമുള്ള കാര്യമല്ലേ. ജാനകി, സിദ്ധുവിന്റെ കാര്യത്തില് ദേവികയ്ക്ക് ഉത്തരവാദിത്വം ഇല്ലാന്ന് കരുതി നീയും അതുപോലെ ആവരുത്. നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. ദേവിക സിദ്ധുവിനെ കൊണ്ട് പുറത്തു പോയ എല്ലാ ദിവസവും സിദ്ധുവിന് എന്തെങ്കിലും തരത്തിൽ ആപത്തുകൾ സംഭവിച്ചിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം തലനാരിഴയ്ക്കാ ഇവൻ രക്ഷപ്പെട്ടത്. അതുകൊണ്ട് സിദ്ധുവിനെയും കൊണ്ട് ഇവള് പുറത്തു പോകുന്നത് ഇനി അനുവദിക്കാൻ പറ്റില്ല. സിദ്ധുവിന്റെ കാര്യത്തിൽ അത്രമാത്രം ടെൻഷൻ എനിക്കുണ്ട്. അത് ഇവള് മനസ്സിലാക്കിയില്ലെങ്കിലും നീയെങ്കിലും മനസ്സിലാക്കണം.